Congratulations, Laleta, from my heart. Dada Sabi Falke award കിട്ടിയിരിക്കുകയാണ്. സോ ഡിസേർവ്ഡ് ഇറ്റ്, മോർലി ഡിസേർവ് ദിസ്. എനിക്കും ഒരു എന്താ പറയുക, ലൈക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. ഒരു ഡൗൺ ടു എർത്ത് ക്യാരക്ടറും അഭിനയത്തിൽ ഉണ്ടാവുന്ന ആ ഒരു ടാലന്റ് എന്ന് പറഞ്ഞാൽ പോരാ, സിനിമ ശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ലാലേട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് നേരിട്ട് കാണാനും സംസാരിക്കാനും ഷേക്ക് ഹാൻഡ് തരാനും ഹഗ് ചെയ്യാനും ആ ഒരു 46 days എങ്കിലും ബിഗ് ബോസിൽ ഷെയർ ചെയ്യാൻ പറ്റിയതിലൊക്കെ ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് തന്നെയാണ് ഞാൻ അതിനെ എടുത്തിരിക്കുന്നത്. മോർ ടു ഗോ. കൺഗ്രാറ്റ്സ് ഇൻ ഓൾ സെൻസ്. അപ്പം ഇനി നമുക്ക് ബാക്ക് ടു ബിഗ് ബോസിലോട്ട് പോവാം. ഇന്നലത്തെ എപ്പിസോഡ് പൊളിച്ചു. നമ്മൾ പറയില്ലേ, പറഞ്ഞു മടുത്തു, അപ്പോൾ നമുക്കിനി മാറ്റി പിടിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു സമാധാനത്തിന്റെ പാതയിൽ ചില്ലായിട്ട് തന്നെയാണ് ലാലേട്ടൻ പോകുന്നത്. അപ്പൊ എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു ഷാനവാസിന്റെ, നെവിന്റെ ഒക്കെ, ആദിലയുടെ ഒക്കെ സിറ്റുവേഷൻസ് എങ്ങനെയാണ് ലാലേട്ടൻ ടേക്കപ്പ് ചെയ്യാൻ പോണേന്നുള്ളത്. പക്ഷെ ഇന്നലെ വളരെയധികം ഇൻഡയറക്ട്ലി കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ചോറ് തിന്നുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഷാനവാസിന്റെ കാര്യം, അതേപോലെ അനീഷിന്റെ കാര്യം, ദെൻ ആദിലയുടെ കാര്യം, അതേപോലെ പാവ. അത് നമ്മളെല്ലാവരും സംസാരിച്ച ഒരു കാര്യം തന്നെയാണ്. ഗസ്റ്റിന് വന്നിട്ട് പാവ കയ്യിലുണ്ടോ ഇല്ലെന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, അതില്ല എന്ന് പറഞ്ഞേക്കണം, ആ ഒരു രീതിയിൽ കളിക്കണം എന്ന് അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് അനുവിനോട് പറഞ്ഞ കാര്യം. അതേപോലെ തന്നെ നെവിൻ താൻ ഫ്രണ്ടിന്റെ ഗസ്റ്റ് അല്ലേ, അപ്പൊ എന്തിനാണ് അങ്ങനെ ചോദിക്കണേ എന്നുള്ള രീതിയിൽ ചോദിക്കണായിരുന്നു. അപ്പം ഗിസേലിന്റെ പാവാടയാണ് എന്നുള്ളതാണ് അവിടെ ഈ കഴിഞ്ഞ ചലഞ്ചറിൽ കയറിയ ഒരു കണ്ടസ്റ്റന്റ് ഇൻഡയറക്ട്ലി നെവിന് പറഞ്ഞു, നമ്മുടെ ആര്യന് പറഞ്ഞു കൊടുത്തത്. സോറി, ആര്യനോടാണ് ആ ഒരു സംസാരം, സാരിത്തുമ്പിൽ നടന്ന സംസാരം. അപ്പൊ അതൊക്കെ ആര്യന് മനസ്സിലാവാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലാക്കി കളിച്ചാൽ നല്ലതാണ്. അതേപോലെ തന്നെ പറക്കാൻ പറ്റാത്ത കിളി എന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ അതിൽ കയറി പറഞ്ഞു കിളിന്ന്. അപ്പൊ ഇത് ആരാ ചോദിച്ചതെന്ന് പറഞ്ഞപ്പോൾ ചോദിക്കാത്തടത്ത് കയറി സംസാരിക്കലാണോ പ്രശ്നം എന്നുള്ള കാര്യങ്ങൾ അവിടെ ഇൻഡയറക്ട്ലി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അനീഷ്, അപ്പൊ ഹാറ്റ്സ് ഓഫ് യു മാൻ. കാരണം PSC ടെസ്റ്റ് എഴുതി അദ്ദേഹത്തിന്റെ നോളേജ് പവർ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അതുകൊണ്ട് തന്നെ നോമിനേറ്റ് ചെയ്യാനുള്ള ആ ഒരു കാർഡ് തിരിച്ചു കിട്ടിയതിൽ വളരെയധികം എനിക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കിട്ടണം എന്നുള്ളത്. കാരണം അനീഷിന്റെ നോമിനേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടറിൽ അടിപൊളി നോമിനേഷൻ ആയിരിക്കും. നെക്സ്റ്റ് ടൈം തൊട്ട് അനീഷിന്റെ നോമിനേഷൻ രീതി ക്ലിയർ കട്ട് കാര്യങ്ങളായിട്ട് സംസാരിക്കും. അപ്പൊ ആ ഒരു അനീഷിന്റെ നോമിനേഷൻ കാണാൻ എനിക്ക് ഭയങ്കര അധികം വെയിറ്റിംഗ് ആണ് ഞാൻ. പിന്നെ വേറൊരു സംഭവം, അവരൊരു അഭിനയ കലാ പ്രതിഭ ഉണ്ടായിരുന്നു. വേറെ ആരുമല്ല, നെവിൻ പട്ടിച്ച പണി 18 നോക്കി ലാലേട്ടന്റെ അറ്റൻഷൻ കിട്ടാനായിട്ട് പുള്ളി ജസ്റ്റ് മൈൻഡ് ചെയ്യാതെ വിട്ടു. എപ്പോഴും ചിൽച്ചില്ലായിട്ട് കളി തമാശയായിട്ടൊക്കെ പറഞ്ഞിരുന്ന നെവിൻ സങ്കടപ്പെട്ടിരിക്കുന്നു, ഇങ്ങനെ ഇരിക്കുന്നു, ചോദിച്ചതിന് മാത്രം മറുപടി പറയുന്നു, എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു. എങ്ങനെയൊക്കെ നോക്കിയിട്ടും ലാലേട്ടൻ പിടുത്തം കൊടുക്കുന്നില്ല. ലാലേട്ടൻ അത് പർപ്പസ്ഫുള്ളി, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ അല്ലെങ്കിൽ ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് കളിക്കുന്ന ലാലേട്ടൻ ബിഗ് ബോസ് തന്നെയാണ്. എല്ലാവരും ചോദിക്കുന്നു വിചാരിച്ചിട്ട് നെവിൻ അഭിനയിച്ച് തകർത്തു. പക്ഷെ ലാലേട്ടൻ അത് സ്മെല് ചെയ്ത് പോലും നോക്കിയില്ല, മൈൻഡ് ചെയ്ത് പോലും നോക്കിയില്ല. അതിന്റെ കൂടെ തന്നെ കരഞ്ഞിരുന്നിട്ട് കാര്യമൊന്നുമില്ല മോനെ, നീ കളിക്കാൻ വന്നതാണ്, ഒരാളെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവം ഇവിടെ വേണ്ട. അപ്പോ അമ്മാതിരി കാർഡ് ഇറക്കണ പരിപാടി കീറി, അതായത് കുലസിതം പറഞ്ഞുകൊണ്ട് ഇനി വരണ്ട. 50 ദിവസമായി അവിടെ പിച്ച് ഇവിടെ മാന്തി, ഇവര് നോക്കി അങ്ങനെ പുതപ്പിനടിയിൽ പോയി. അതേപോലെ അങ്ങനെ പല സംഭവങ്ങളും ഈ സീസണിൽ വന്നിട്ടുണ്ട്. അപ്പൊ ലാലേട്ടൻ എല്ലാ എപ്പിസോഡിലും വന്ന് ഇതിനെപ്പറ്റി സംസാരിച്ച് ലാലേട്ടനെ നാണം കെട്ടി തുടങ്ങി പ്രേക്ഷകരുടെ അടുത്ത് ഈ ഒരു സംഭവം ഡിസ്കസ് ചെയ്യാനായിട്ട്. സോ ആ ഒരു പരിപാടി വേണ്ടെന്ന് ഇൻഡയറക്ട്ലി കൊടുത്തു. എനിക്കത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. ലാലേട്ടൻ ഈ ഒരു സംഭവം ഷാനവാസിന്റെയും നെവിന്റെയും സംഭവം ചോദിക്കാൻ പോകുന്നില്ല. കുലസിത കാർഡിന് വേണ്ട, അത് കീറി. അത് നെവിന് മനസ്സിലായിട്ടില്ല, പക്ഷെ പിന്നെ അത് വൃത്തിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അവർ പറയുന്നുണ്ട് ഒരാളെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി ഇവിടെ വേണ്ട. സോ അങ്ങനെ ഒരു കാർഡ് ആ പരിപാടി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ദാറ്റ് വാസ് എ പെർഫെക്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. അപ്പം ഭയങ്കര ഇൻഡയറക്ട്ലി അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, എൻകറേജ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇവർ ഇതിന്റെ അപ്പുറം കൊണ്ടുവരുന്നുള്ള കാര്യം ലാലേട്ടന് മനസ്സിലായി. ഇൻഡയറക്ട്ലി പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ബുദ്ധിയും ബോധവും വെളിവുള്ള ആളുകൾക്ക് നേരെ തന്നെ പറയണമെന്നില്ല, ഇൻഡയറക്ട്ലി പറഞ്ഞു കൊടുത്താലും മനസ്സിലാവും. സോ ഇന്നലത്തെ എപ്പിസോഡ് നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരോടും ഈ പറഞ്ഞ മാതിരി നമുക്കിനി പ്രതീക്ഷിക്കാം ഇനി ഒരു അടുത്ത ഉത്സവമായിട്ട് ആരും കൊണ്ടിരില്ല എന്നുള്ളത്. കാരണം
ടോട്ടലി ബിഗ് ബോസിൽ നിന്ന് ആ ഒരു കാർഡ് ലാലേട്ടൻ ഇന്നലെ നമ്മുടെ എല്ലാവരും മുമ്പിൽ വെച്ച് വലിച്ചു കീറിയേക്കാണ്. ആ ഒരു ആചാരം നന്നായി. നെവിന്റെ മുഖത്ത് ഭയങ്കര കള്ളത്തരം എനിക്ക് ഫീൽ ചെയ്തു. ഐ എം സോ സോറി ടു സേ ദിസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിപ്പിക്കാൻ വേണ്ടി ചോദിപ്പിക്കാൻ പഠിച്ച മണി 18 നോക്കിയാള്. അപ്പോ എനിക്ക് തോന്നി, കാരണം എന്തിനാണ് അങ്ങനെ ഒരു സ്ട്രാറ്റജി നെവിൻ എടുത്തതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തോന്നി ഇവൻ എന്തീ കാണിക്കുന്നതെന്ന്. പക്ഷെ ലാലേട്ടൻ അത് കാണാതെ ഇഗ്നോർ ചെയ്തങ്ങ് വിട്ടുകളഞ്ഞു.